നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എംപിമാർക്ക് പിന്നാലെ എംഎൽഎമാരും പാർട്ടി വിടുന്നു എന്ന് സൂചന. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ താമര പഞ്ചാബിലും ദില്ലിയിലും നടക്കുന്നു എന്നാണ് സൂചനകൾ. ദില്ലിയിൽ 15ഓളം എംഎൽഎമാർ ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്നും അവർ BJPയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ലഭിക്കുന്ന സൂചന. ഈ എംഎൽഎമാർ പാർട്ടി വിടുന്നത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും അതിൻ്റെ നേതാവ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ദില്ലിയിൽ എംഎൽഎമാരുമായി ചർച്ച നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ദില്ലിയിൽ ആകെ ആം ആദ്മി പാർട്ടിക്ക് 22 എംഎൽഎമാരാണ് ഉള്ളത്. ആം ആദ്മി പാർട്ടി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ദില്ലി. ഏതാണ്ട് 12 വർഷത്തോളം തുടർച്ചയായി ആം ആദ്മി ഭരണം ദില്ലിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 2025 ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമാകുന്നത്. 60-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി 22 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. 48 സീറ്റുകൾ വിജയിച്ച് ദില്ലിയിൽ BJP ഭരണം തിരികെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജയിച്ചു വന്ന 22 എംഎൽഎമാരിൽ 15 പേർ കൂടി മടങ്ങുന്നു, BJPയിലേക്ക് പോകുന്നു എന്ന സൂചന ഇപ്പോൾ വരുന്നത്. അങ്ങനെ 3-2 എംഎൽഎമാർ BJPയിലേക്ക് പോയാൽ ആ രീതിയിൽ അയോഗ്യതയടക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എംഎൽഎമാർ അവരുടെ രാഷ്ട്രീയ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്ന സൂചനയുണ്ട്. പഞ്ചാബിലും ഏതാനും ചില എംഎൽഎമാർ പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നു എന്നാണ് സൂചന. പഞ്ചാബിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടേക്കാമെന്ന ഒരു സൂചന പോലുമുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ദില്ലിയിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ എംപിമാരിൽ 7 പേരും BJPയിൽ ചേർന്നത്. ആദ്യം 3 എംപിമാർ വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ പാർട്ടി വിട്ടു പോവുകയാണെന്നും BJPയിലേക്ക് ചേരുകയാണെന്നും അറിയിച്ചത്. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 3 എംപിമാരാണ് പാർട്ടി വിടുന്നുവെന്ന തീരുമാനം അറിയിച്ചത്. തങ്ങൾക്ക് പാർട്ടിയിലെ 3-2 എംപിമാരുടെയും പിന്തുണയുണ്ട് എന്ന സൂചന അവർ തന്നെ നൽകിയിരുന്നു. പിന്നീട് തൊട്ടു പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി എംപിമാർ, രാജ്യസഭാ എംപിമാർ 7 എംപിമാർ രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകുന്നത്. അതായത് തങ്ങൾക്ക് ഈ പാർട്ടി വിടുന്നു, BJPയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു, BJPയിലേക്ക് ലയിക്കുന്നു എന്ന കത്താണ് രാജ്യസഭാ അധ്യക്ഷന് നൽകിയത്. 3-2 എംപിമാർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന കാരണം അവിടെ അയോഗ്യതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഈ രീതിയിലുള്ള ഒരു നീക്കം കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. ആം ആദ്മി പാർട്ടി ഇതിനെതിരായ ശക്തമായ പ്രതികരണവും നടത്തിയിരുന്നു. എംപിമാരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തുകയാണെന്നും BJP പണമെറിഞ്ഞ് എംപിമാരെ വിലക്കെടുക്കുകയാണെന്നുമൊക്കെയുള്ള പതിവ് ആരോപണം ആം ആദ്മി പാർട്ടി വീണ്ടും ഉന്നയിച്ചു. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകാധിപത്യ സ്വഭാവമാണ് ഇത്തരത്തിൽ നേതാക്കന്മാരും ജനപ്രതിനിധികളും പാർട്ടി വിട്ടു പോകാൻ കാരണമെന്ന് ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അല്പസമയം മുമ്പ് അതിരൂക്ഷമായ വിമർശനം ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആം ആദ്മി പാർട്ടി ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷത്തു നിന്നും 15 പേർ കൂടി BJP പാളയത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ദില്ലിയിൽ ഏതാണ്ട് പ്രതിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. BJP പക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം വലിയ നേട്ടം ഇതിലൂടെ കൈവരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആം ആദ്മി പാർട്ടിയുടെ ചീട്ട് കീറുന്നു എന്ന് മാത്രമല്ല, BJP ദില്ലിയിലും പഞ്ചാബിലും ശക്തി ആർജിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJPക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബിൽ നേരത്തെ BJP അല്ലെങ്കിൽ NDA ഘടകകക്ഷികളാണ് അവിടെ നേരത്തെ ഭരണത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അവിടെ പഞ്ചാബ് ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടി സർക്കാർ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് സർക്കാരായിരുന്നു പഞ്ചാബിൽ ഉണ്ടായിരുന്നത്. കർഷക സമരം കാരണം അല്ലെങ്കിൽ കർഷക സമരം പോലെയുള്ള പ്രക്ഷോഭങ്ങൾ BJPയുടെ അടിത്തറ പഞ്ചാബിൽ ഇല്ലാതാക്കി. ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു നീക്കം പഞ്ചാബിൽ വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ അതിനായിരിക്കാം BJP ശ്രമിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ MLA മാർ കൂട്ടത്തോടുകൂടി BJPയിൽ എത്തിയാൽ
പഞ്ചാബ് രാഷ്ട്രീയത്തിൽ BJP ഒരു നിർണായക ശക്തിയായി മാറും. അതിനാകുമോ BJPയുടെ ഈ ശ്രമം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ നേട്ടം ജനപ്രതിനിധികൾ BJPയിലേക്ക് പോകുന്നതോടുകൂടി BJPക്ക് ലഭിക്കുന്നു. ഇത് ആം ആദ്മി പാർട്ടിയുടെ വലിയ തകർച്ച. ആ തകർച്ചയ്ക്കിടയിലാണ് കഴിഞ്ഞ ദിവസം MP-മാർ പോയതിന് തൊട്ടു പിന്നാലെ MLA-മാരും പാർട്ടി വിടുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ നടക്കുകയാണ്. BJPയിലും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിലും നടക്കുകയാണ്. ആം ആദ്മി പാർട്ടി വിട്ടുവരുന്ന MLA-മാർക്ക് എന്ത് സ്ഥാനമായിരിക്കും ദില്ലിയിൽ നൽകുക? അവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകുമോ? അവരുടെ പ്രതിനിധികൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകുമോ? അവർക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് BJP നൽകുന്നത്? ഇതൊക്കെയാണ് ദില്ലിയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഈ MLA-മാർ പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. ആ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും MLA-മാരുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതു വിധേനയും ദില്ലിയിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ മുഖം രക്ഷിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ ശ്രമം.